പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാം ഗോപാൽ വർമ്മ അവതരിപ്പിക്കുന്ന, അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള, ഗിരി കൃഷ്ണ കമൽ സംവിധാനം ചെയ്ത സാരി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞു. രവി വർമ്മയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ മലയാളികൾക്കിടയിൽ കുറെ മുൻപേ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു. മലയാളി പെൺകുട്ടിയായിട്ടുള്ള ശ്രീലക്ഷ്മി സതീഷാണ് ഇതിൽ നായികയായി വന്നിട്ടുള്ളത്. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ, സാരി ഉടുത്ത വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് വഴിക്ക് രാം ഗോപാൽ വർമ്മ കാണുന്നു, പുള്ളിക്കാരന് ഇഷ്ടപ്പെടുന്നു. ഈ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ ഒരു സാരി ഉടുത്ത വീഡിയോ ഷെയർ ചെയ്യുന്നു. ട്വിറ്റർ വഴിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ട് കുറെ അധികം ആളുകൾ അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ വൈറലാകുന്നു. സാരി ഗേൾ എന്ന പേരിൽ ഈ പെൺകുട്ടി അറിയപ്പെടുന്നു. അങ്ങനെ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയ രാം ഗോപാൽ വർമ്മ നേരിട്ട് പുള്ളിക്കാരിയെ വിളിച്ച് സിനിമയിലേക്ക് അഭിനയിക്കാൻ ക്ഷണിക്കുന്നു. പുള്ളിക്കാരി ആദ്യം നോയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് സമ്മതിച്ചു. ഇത്രയാണ് സംഭവിച്ചത്. അങ്ങനെ അവിടെ പോയി അഭിനയിച്ച ഈ പെൺകുട്ടി ശ്രീലക്ഷ്മി സതീഷ് എന്നുള്ള ആ ഒരു പേരൊക്കെ മാറ്റിയിട്ട് ആദ്യ സിനിമയായിട്ടുള്ള സാരിയിലെ കഥാപാത്രമായിട്ടുള്ള ആരാധ്യ ദേവി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പേര് തന്നെ റിയൽ ലൈഫിൽ സ്വീകരിച്ചു. ഇപ്പൊ ശ്രീലക്ഷ്മി സതീഷ് എന്നല്ല പേര്, ആരാധ്യ ദേവി എന്നാണ് പേര്. എന്തായാലും ഈ ഒരു കഥയൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ, ഈ ഒരു സിനിമ എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാം ഗോപാൽ വർമ്മയെ പോലെ ഒരു ലെജൻഡ് ആണ് ഇതിൽ ഒരു ഭാഗമാകുന്നത്. അതുപോലെ 5 ഭാഷകളിലായിട്ടാണ്, മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഈ ഭാഷകളിൽ വരുന്ന ഈ സിനിമയിൽ ഒരു മലയാളി പെൺകുട്ടി നായികയാകുന്നു. അപ്പൊ ഇത്തരം സൗഭാഗ്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ സിനിമ നേട്ടം ഉണ്ടാക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ കാണാൻ പോയി. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ഈ ഒരു പെൺകുട്ടിക്ക് ഈ സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ഒരു നടി എന്നുള്ള നിലയ്ക്ക് നല്ല ചീത്തപ്പേര് ഈ കുട്ടിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് സാരി എന്ന് പറയുന്ന സിനിമ. കാരണം ഒന്നാമത് ഈ കുട്ടിയെ കൊണ്ട് താങ്ങുന്ന ഒരു ക്യാരക്ടർ അല്ല അത്. കുട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല. സാരി ഉടുത്താൽ ആ കാണാനുള്ള ഒരു ഭംഗി മാത്രമേ ഈ കുട്ടിക്കുള്ളൂ. അഭിനയത്തിന്റെ ABCD അറിയാത്ത ഒരാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് കുട്ടിക്ക് ഒതുങ്ങാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 രീതിക്കാണ് കുട്ടിക്ക് ക്യാരക്ടർ ചെയ്യാനുള്ളത്. ഒന്ന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുണ്ട്, മറ്റൊന്ന് ഗ്ലാമറസ് ആയിട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഈ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് കുട്ടിയെ കൊണ്ട് ഒരു രീതിക്ക് നടപടിയാവില്ല. കരച്ചിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഇരുന്ന് കൂവുന്ന അവസ്ഥയാണ്. വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അതും ഇത്രയും ഈ ഓവർ ആക്ടിങ്ങിന്റെ കുഞ്ഞമ്മയുടെ മോളായിട്ട് വരും. അമ്മാതിരി ഓവർ ആക്ടിങ് ആണ്. ഇത്രയും ഓവർ ആയിട്ടുള്ള സംഭവം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകമൊക്കെ ചെയ്യില്ലേ, ആ സമയത്തൊക്കെ ആവും നമ്മൾ ഈ ഓവർ ആക്ടിങ് ഏറ്റവും കൂടുതലായിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പൊ അതിനെയും കടത്തി വെട്ടുന്ന ഓവർ ആക്ടിങ് ആണ് ഈ കുട്ടിക്ക് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ എന്തായാലും സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആരാധ്യ ദേവി എന്ന് പറയുന്ന നായിക കഥാപാത്രം, സാരിയൊക്കെ ഉടുത്ത് നടക്കുന്ന, സാരി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരി സാരി കൊടുത്ത് എപ്പോഴും പുറത്തിറങ്ങും. ഒരു ദിവസം നമ്മുടെ വില്ലനായിട്ടുള്ള ആ ഒരു കഥാപാത്രം സാരി ഉടുത്ത നായികയെ കാണുന്നു. പുള്ളിക്ക് അതൊരു ഒബ്സഷൻ ആയിട്ട് മാറുകയാണ്. ആ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കണം എന്നുള്ള സംഭവം വരുന്നു. സൈക്കോത്തരം കൂടുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാനായിട്ട് അയാൾ നടത്തുന്ന കുറെ സംഭവങ്ങളാണ് സിനിമ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു കഥയും ഇല്ല. ചെറിയൊരു സംഭവം, എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് കൊണ്ടൊക്കെ പറഞ്ഞു തീർക്കാവുന്ന ഒരു ഷോർട്ട് ഫിലിം സാധനമാണ്. വലിച്ചു നീട്ടി 2.25 മണിക്കൂർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഈ 2.25 മണിക്കൂർ ഇത് എങ്ങനെ കൊണ്ടുപോയെന്ന് വെച്ചാൽ ഭയങ്കര വെറുപ്പിക്കില്ല. അപ്പൊ ഞാൻ വീട്ടിലായിരുന്നുവെങ്കിൽ എന്റെ കയ്യിലൊരു റിമോട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് ഈ സിനിമ കാണും. പക്ഷെ ഞാൻ തിയേറ്ററിലാണ് ഇരിക്കുന്നത്, ഞാൻ സിനിമയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എന്നുള്ള നല്ല ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ക്ഷമിച്ച് കണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണുള്ളൂ. ഇതിന്റെ ഒരു ഇന്റർവെൽ വരെയുള്ള ഒരു ഫസ്റ്റ് ഭാഗമുണ്ട്. അത്രയും ഭാഗം കണ്ടിരിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള കുറച്ച് പാട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് ഈ സിനിമ പ്രധാനമായിട്ടും കാണിക്കുന്നത് ഗ്ലാമറസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നായികയെ മാക്സിമം ഗ്ലാമറസ് ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ദൗത്യമായിട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 പാട്ടൊക്കെ ഉണ്ട്. ഈ പാട്ടിനകത്തൊക്കെ അനാവശ്യമായിട്ട് ഗ്ലാമറസ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ ഒരു ഭയങ്കര ബോറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു കഥയ്ക്ക് ആവശ്യമാണെങ്കിൽ ഗ്ലാമറസ് കാണിക്കാം, തെറ്റില്ല. പക്ഷേ ഗ്ലാമറസ് കാണിക്കാനായിട്ട് ഒരു കഥ കുത്തി തിരികെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ പണ്ടത്തെ ഈ ഇക്ലിപ്പെടുത്തുന്ന പടങ്ങൾ ഉണ്ടാവുമല്ലോ, സോഫ്റ്റ് പോൺ മൂവീസ് ഉണ്ടാവില്ലേ, ആ സോഫ്റ്റ് പോൺ മൂവീസിന്റെ കൂട്ടത്തിലായിരിക്കും അതിനെ ഉൾപ്പെടുത്തേണ്ടി വരിക. സത്യം പറഞ്ഞാൽ ഇത് ഇക്ലിപ്പെടുത്തുന്ന ഒരു പടമാണ്. യുവാക്കളൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് അവരെ ഇക്ലിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു പടമാണ്. അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ച 4-5 പാട്ടുകളാണ്. ആ പാട്ടുകൾക്ക് ചേർന്ന് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണ്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ ആ പാട്ടിനകത്ത് കാണിക്കുന്ന ഗ്ലാമറസ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും അത് ഭയങ്കര വൾഗറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ തിയേറ്ററിൽ പോയി പല സിനിമകളും കണ്ടിട്ടുണ്ട്. പല സിനിമകളിലും ന്യൂഡിറ്റി സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും കാണുമ്പോൾ നമുക്ക് ഈ ഒരു അറപ്പ് ഫീൽ ഒന്നും വരുന്നില്ല. പക്ഷെ ഇതിനകത്തുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങൾ കാണുന്ന സമയത്ത് ശരിക്കും ഒരു സ്ത്രീ ശരീരത്തെ കൊണ്ടുപോയിട്ട് വിൽപ്പനയ്ക്ക് വെക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്.
ഒരു വിൽപ്പൻ ചരക്കാക്കുന്ന പോലെയാണ്. കാരണം ഇത് അങ്ങനെയാണ് ആ കഥാപാത്രത്തെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, കഥയ്ക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിയുടെ സെമി ന്യൂഡിറ്റി കാണിക്കുക എന്നുള്ളതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. സോ എനിക്ക് ഈ പറയുന്ന സംഭവം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഗ്ലാമറിന്റെ അതിപ്രസരം കാരണം ഭയങ്കര വൾഗർ ആയിട്ടാണ് ഈ കുട്ടിയുടെ പല സീൻസും പല പാട്ടുകളിലും കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നായിക ഓവർ ആക്ടിങ് ആണെന്ന് പറയുന്ന പോലെ തന്നെ നായിക ഭംഗിയായിട്ട് അഭിനയിച്ചൊരു സീൻ ഉണ്ട്. ആ സീൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒരു മരണമൊക്കെ കണ്ടിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് മരവിപ്പോട് കൂടി ഇരിക്കുന്ന സമയമാണ്. ആ സമയത്ത് മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, മൊത്തം മരവിപ്പാണ് കാണുന്നത്. സോ മരവിച്ചിന് നിൽക്കുന്ന അവസ്ഥ അതുകൊണ്ട് മുഖത്ത് ഭാവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സത്യ യദുവാണ് ഇതിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. നായകൻ എന്ന് വെച്ചാൽ ഈ ആരാധ്യയെ കണ്ട് ഒബ്സഷൻ കാണിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, വില്ലനായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ, നായകൻ എന്ന് പറയാൻ പറ്റില്ല. ആ മെയിൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള സത്യ യദുവിന്റെ അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് ഇച്ചിരി പൊട്ടനാണോന്ന് പോലും നമുക്ക് കണ്ട സംശയം തോന്നുന്നു. കാരണം അഭിനയം മൊത്തം ഒരുമാതിരി പൊട്ടന്മാരുടെ കൂട്ടാണ് കാണിക്കുന്നത്. ആ അഭിനയം എന്ന് പറയുന്ന സംഭവം ഒന്നും വരുന്നില്ല, ചുമ്മാ അങ്ങ് അഭിനയിച്ച് വെറുപ്പിക്കുമല്ലോ. ഒന്നാമത് ഇവരൊക്കെ ഞങ്ങൾ അഭിനയിക്കുകയാണേ എന്നുള്ള പോലെ വിളിച്ചറിയിക്കുന്ന രീതിക്കാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇവന്റെ പെർഫോമൻസ് കൂടി കാണുമ്പോൾ നമുക്കുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വെറുപ്പിക്കൽ അഭിനയമാണ്. പിന്നെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ആരാധ്യയും അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ബ്രദറും തമ്മിലുള്ള കുറെ കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഇവർക്കിടയിൽ കൃത്യമായിട്ടുള്ള കെമിസ്ട്രി വർക്ക് ആവാത്തതിന്റെ പ്രശ്നം നന്നായിട്ട് അറിയാനുണ്ട്. കാരണം ഇവർ ബ്രദറും സിസ്റ്ററും ആണെങ്കിൽ പോലും സിനിമയിൽ കാണുമ്പോൾ നമുക്ക് കമിതാക്കളായിട്ട് ഫീൽ ചെയ്യും. പുള്ളിക്കാരനെ എടുക്കുന്ന സ്വാതന്ത്ര്യം, പുള്ളിക്കാരനെ എടുക്കുന്ന ഇവളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഇവളുടെ കാര്യത്തിൽ പുള്ളിക്കാരൻ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടാൽ നമുക്ക് പുള്ളിക്കാരനെ ഇവളുടെ കാമുകനാണോ എന്ന് സംശയം തോന്നിപ്പോവും. അത് ഇവർക്കിടയിൽ കെമിസ്ട്രി വരാനായിട്ടാണ്, ഇവരുടെ ആ ഒരു അഭിനയം എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് വർക്ക് ആവാനായിട്ടാണ്. സോ അഭിനയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും പാളിപ്പോയിട്ടുള്ള ഒരു മൂവിയാണിത്. പിന്നെ സാരി എന്ന് പറയുന്ന ഒരു വസ്ത്രത്തെ വളരെ മോശമായിട്ട് കാണിച്ച ഒരു സിനിമ കൂടിയാണിത്. നമ്മുടെ നായിക കഥാപാത്രമായിട്ടുള്ള ആരാധ്യ ദേവി എപ്പോഴും സാരിയാണ് ഉടുക്കുക. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അതാണ്. പക്ഷെ അതേ സമയം തന്നെ ആ സാരി മാന്യമായിട്ടല്ല കാണിക്കുന്നത്. ക്ലീവേജ് കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെ നേവൽ കാണിച്ചുകൊണ്ടൊക്കെയാണ് സാരി ഇതിൽ മുഴുനീളം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, പുള്ളിക്കാരുടെ അമ്മ കഥാപാത്രം പറയുന്നുണ്ട്, നിന്റെ ഫ്രണ്ട്സിനെ പോലെയല്ലല്ലോ, നീ നല്ല ഡ്രസ്സില്ലേ, സാരിയല്ലേ ഉടുക്കുന്നത്, മാന്യമായ ഡ്രസ്സല്ലേ എന്ന് പറയുന്നുണ്ട്. കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഈ നേവലും ക്ലീവേജും ഫുൾ ടൈം പ്രദർശിപ്പിച്ച് നടക്കുകയല്ല. സാരി ഉടുത്തത് കൊണ്ട് കാര്യമില്ല. സാരി ഉടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വൃത്തിക്ക് ഉടുക്കണം. അല്ലാണ്ട് ശരീരം മൊത്തം പ്രദർശിപ്പിച്ചുകൊണ്ട് നീ നല്ല ഡ്രസ്സാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ലോജിക്കില്ലല്ലോ. ഒന്നാമത് ഈ സാരി എന്ന് പറയുന്ന സംഭവം തന്നെ അത്ര സുഖമുള്ള ഡ്രസ്സൊന്നും അല്ല. ഒരു സ്ത്രീയുടെ ശരീരം അതുപോലെ തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് സാരി എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നേവലും ക്ലീവേജും ഒക്കെ അങ്ങ് വിസിബിൾ ആവുന്ന രീതിയിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ വൾഗറായി പോകും. അപ്പൊ ഇതിനകത്ത് സാരി എന്ന് പറയുന്ന ആ വസ്ത്രത്തെ വളരെ വൾഗറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ അഭിനയിച്ച എല്ലാവരും വളരെ മോശമാണ്. പിന്നെ മേക്കപ്പിനെ കുറിച്ച് പ്രത്യേകം പറയണം. ഇതിനകത്ത് നായികയായിട്ടുള്ള ആരാധ്യ ദേവി സിനിമയുടെ ഒരു പകുതി വരേക്കും മേക്കപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നല്ല മേക്കപ്പ് ഉണ്ട്, നല്ല ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടം മുതൽ ഒട്ടും മേക്കപ്പ് ഇല്ലാണ്ട് വളരെ ജസ്റ്റ് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കുന്നുണ്ട് സ്ക്രീനിൽ. ആ സമയത്താണ് പുള്ളിക്കാരിയെ കാണാൻ നല്ല വൃത്തിയുണ്ട്, ഭംഗിയുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പ് ഇല്ലാത്തപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും ഇത് ആരാന്ന്, തൊട്ട് മുമ്പ് കണ്ട നായികയാണ് ഇതെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. മേക്കപ്പ് ഇല്ലാതെയാണ് പുള്ളിക്കാരി കുറെ കൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. മേക്കപ്പിൽ വരുന്ന സമയത്ത് വളരെ വൃത്തികേടായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ സിനിമ എങ്ങനെ നോക്കുകയാണെങ്കിലും എനിക്ക് ഓക്കെ ആയിട്ടില്ല. പിന്നെ ഡയറക്ഷൻ സൈഡ് പറയുകയാണെങ്കിൽ പോലും ഇതിൽ വളരെ ബോറായിട്ട് പല ഷോട്ടുകളും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്, പല ഷോട്ടുകളും വളരെ ബോറായിരുന്നു ഡയറക്ഷൻ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ. പിന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഓക്കെ ആയിട്ടുള്ള വർക്കൊന്നുമില്ല. വളരെ മോശമായിട്ടുള്ള പാട്ടുകളാണ്, ലിറിക്സ് ആണ്, അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള സിനിമാറ്റോഗ്രഫിയാണ്. സോ രാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന വ്യക്തി, ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലൊരു സിനിമ എടുത്തിട്ട് ഇത്രയും ചീത്തപ്പേര് ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ പെൺകുട്ടിക്ക് അവിടെ പോയി അഭിനയിക്കാൻ അറിയാത്ത ഈ പെൺകുട്ടി അവിടെ അഭിനയിച്ച് പുള്ളിക്കാർക്കും ചീത്തപ്പേര് ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കുറച്ചും കൂടി നന്നാക്കാവുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഗ്ലാമറസ് എന്ന് പറയുന്ന സംഭവത്തിന് കുറച്ചുകൂടി മുൻതൂക്കം കൊടുത്തത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട് ഈ സിനിമ. വളരെ മോശമായിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള സംഭവങ്ങളും രംഗങ്ങളും കൊണ്ട് വളരെ മോശമാക്കി വെച്ച സിനിമയായിട്ടുണ്ട്. ഈ ഒരു സിനിമ ചെയ്തെടുക്കാനുള്ള തൊലിക്കട്ടി എന്ന് പറയുന്നത് അപാരമാണ്.